ഹേയ് ഗായ്സ്, ആദീസ് റൈവ്സ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, താത്തൻ്റെ വീട് പണി എന്തായി, നിങ്ങൾ തറകെട്ടലും പിന്നെ അതേപോലെ കുറ്റിയാടിയും വാതിൽക്കട്ടിൽ വെക്കുന്നതൊക്കെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീട് ഇപ്പം എന്തായി ചോദിക്കുന്നവരുണ്ട്. കൂടിയോ, എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കായിട്ട് ഞാൻ എൻ്റെ വീട് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. വലിയ സംഭവം ഒന്നും ആയില്ല, എന്നാലും ഇൻഷാ അല്ലാ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വയറിങ്ങിൻ്റെ പണിക്കാരുണ്ട്. അപ്പോൾ വയറിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഗൈസ്, വീടും പരിസരമൊന്നും സെറ്റല്ല. കാരണം പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയായിരിക്കും അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു ഇതിലാണ്. അപ്പം നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യരുത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഗൈസ്, വീടില്ലാത്തവരൊക്കെ എത്ര ആൾക്കാരുണ്ട്, അനുഭവിക്കുന്നവരുണ്ട്. ഞാനൊക്കെ എത്രയോ ആയി വീടൊന്ന് എന്തെങ്കിലും ഒന്നാക്കി മേൽക്കൂര തന്നെ ആയാലും നീലേക്ക് മാറണം. അങ്ങനെയൊക്കെയുള്ള നമ്മളൊക്കെ അങ്ങനെയാ തോന്നുക, വാടക കഴിച്ചിലാവണം എന്നുള്ള. അപ്പോൾ ഗൈസ്, വീടില്ലാത്തവർക്കൊക്കെ പഠിച്ചാൽ എത്രയും പെട്ടെന്ന് വീടൊക്കെ ആക്കി കൊടുക്കട്ടെ. കാരണം നമ്മളോട് തന്നെ എത്ര പേര് പറയലുണ്ടെന്നറിയോ, വീടില്ല, വാടക. നമ്മൾ മെനിയാന്ന് വീടെടുക്കാൻ പോയപ്പോൾ അല്ലേ, ഒരു താത്ത വന്നിട്ട് പറഞ്ഞ 8 വർഷമായി വാടകയ്ക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിലൊക്കെ ഇനി എത്രയോ ബെറ്ററാണ്. 3 വർഷമായിട്ടേ ഉള്ളൂ ഇവള് വാടകയ്ക്കായിട്ട് ഗൈസ്. അപ്പോൾ വീടില്ലാത്തവർക്കൊക്കെ പഠിച്ചാൽ പെട്ടെന്ന് തന്നെ വീടൊക്കെ ആക്കി കൊടുക്കട്ടെ, അതേ പറയാനുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും വീടിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഈ റോഡുമെന്ന് ഇത് എൻ്റെ വീടാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ ഈ സൈഡിലൂടെയാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന വീടിൻ്റെ റോഡ്. അവിടെ കാണുന്നില്ലേ, അതാണ് ഗൈസ് ഞാനിപ്പോൾ ഉണ്ടാക്കിയ വീട്. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട, അങ്ങനെ വലിയ വീടൊന്നുമല്ല, ചെറിയൊരു വീട് ഞാൻ കാണിച്ചു തരാം. മാഷാ അല്ലാ, ഇതാണ് കേട്ടോ എൻ്റെ വീട്. വലിയതായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. ഞാനിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ വാടകയ്ക്ക് നിങ്ങൾക്കറിയാലോ, വാടകയ്ക്ക് നമ്മളിപ്പോൾ നല്ലൊരു പൈസ തന്നെ വാടകയ്ക്ക് വേണം. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റിന് നല്ലൊരു റെൻ്റ് ഉണ്ട്. അപ്പം അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് മാറി കഴിച്ചിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയതാണിത്. പിന്നെ അത് ഒരു എല്ലാ പണിയും കഴിച്ചും കണ്ടതിലൊക്കെ അങ്ങ് താമസം മാറ്റാൻ വേണ്ടിയിട്ടാണ്. കുട്ടികളെ പഠനവും കാര്യങ്ങളും എല്ലാം കൂടെ നമുക്കാകുമ്പോൾ വാടക പൈസ എല്ലാം കൂടെ താങ്ങാനാവായിട്ട് കേട്ടോ. സിറ്റ് ഔട്ടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഗൈസ്. സിറ്റ് ഔട്ടിന് പകരം അവിടെ ഒഴിച്ചിട്ടതാണ്. ഇൻഷാ അല്ലാ സിറ്റ് ഔട്ടൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കണം. പിന്നെ ഇതാണ് ഡൈനിങ് ഹാള്. അപ്പോൾ ഇവിടുന്ന് നേരെ നോക്കിയാൽ എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് കാണാം കേട്ടോ. പണിയാണ് ഗൈസ്. കണ്ടോ, നിലത്ത് വിരിക്കാനുള്ള കാർപ്പറ്റൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അവിടെ വയറിങ് പണി ആയതുകൊണ്ട് ഇപ്പോൾ വിരിക്കാൻ പറ്റില്ല. പിന്നെ ഇതാണ് റൂം. ടോയ്ലറ്റിൻ്റെ പണിയൊന്നും കഴിഞ്ഞില്ല ഗൈസ്. ടോയ്ലറ്റിൻ്റെ പണിയുണ്ട് ഇനി ബാക്കി. അങ്ങനെ നമുക്ക് എന്താ പറയാനുള്ളത്, ഇത്ര വീടിൻ്റെ പണി ഇത്ര എത്തിയിട്ട് എനിക്ക് എന്താ പറയാനുള്ളത് ഇതിനെക്കുറിച്ച്? എന്താ പറയുക, വീട് ഇത്ര ആയതന്നെ വളരെയധികം സന്തോഷമല്ലേ. കാരണം ഓള് എത്ര കൊല്ലമായി ഈ വാടകയ്ക്കായിട്ട്? 2-3 കൊല്ലമായി. 3 വർഷമായി എൻ്റെ താത്ത വാടകയ്ക്കായിട്ട്. അപ്പോൾ എന്താ പറയുക, 3 വർഷത്തിൽ ഇങ്ങനെ ഒരു പോലെ ആയില്ലേ, അതിനെ അൽഹംദുലില്ലാ. കാരണം ഇതേപോലത്തെ ഇതിൽ തന്നെയാണ് നിങ്ങൾ നിന്നതും. അതെ, നമ്മളെ വാടക ഇതിൻ്റെ മുന്നേ വാടകയ്ക്ക് നിന്നൊക്കെ റൂമും ഒരു അങ്ങനെയായിട്ടാണ്. പക്ഷെ ഇപ്പം നിൽക്കുന്ന കുറച്ച് സൗകര്യമുണ്ട്. പക്ഷെ നല്ല റേറ്റും ഉണ്ട്, വാടക ഉണ്ട്. അത് ഫ്ലാറ്റാണ്. അപ്പോൾ അതിന് ഞാനൊരു സ്വന്തം വീട് എന്ന് പറയുമ്പോൾ അതെ, ഒരു റൂമാണെങ്കിലും നമുക്ക് സ്വന്തമാണെന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു തന്നെയാണ്, സാറ്റിസ്ഫൈഡ് ഉള്ളൊരു കാര്യമാണ്. എന്നാലും മാഷാ അല്ലാ അവിടെ എത്തി. ഇതന്നെ എനിക്ക് വലിയൊരു കിട്ടലാട്ടോ. ഇത് തന്നെ ഞാൻ അത്രയും ഹാപ്പിയാണ്. ഞാൻ ഈ വീട്ടിലേക്ക് ഞാനും എൻ്റെ മക്കളും ഈ വീട്ടിലേക്ക് താമസിക്കാനുള്ള അത്രയും ഒരു ആകാംക്ഷയിലുള്ളത്. പിന്നെ നമ്മൾ എന്താ പറയുക, അടുക്കളയായിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ.
ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇൻഷാല്ല പണികളൊക്കെ കഴിഞ്ഞിട്ട് ഫുള്ള് പണി ഇനി ബാക്കിയാണ്. ടോയ്ലറ്റിൻ്റെ കുഴിയും വേസ്റ്റ് കുഴിയും ഒക്കെ അവിടെ കുഴിച്ചിട്ടിട്ടേ ഉള്ളൂ ഗൈസ്. അതൊക്കെ ഇനി പൈപ്പ് വലിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലംബിങ്ങിൻ്റെ വയറിങ്ങിൻ്റെ ഒക്കെ പണി ബാലൻസാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ വീട് പണിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എല്ലാവരും ദുആ ചെയ്യുക, പെട്ടെന്ന് തന്നെ നമുക്ക് വീട് പണിയൊക്കെ കഴിച്ച് ഇതിലേക്ക് ഈ മാസം തന്നെ ഞാൻ വിചാരിക്കുന്ന ഇതിലേക്ക് മാറണം എന്നാ. ഈ ഒരു മാസം തന്നെ ഈ ഒരു മാസത്തെ വാടകയും കൂടെ കൊടുത്തിട്ട് ഇതിലേക്ക് മാറണം എന്നാണ് താമസിക്കുന്നത്. അടുത്ത മാസം മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാനുള്ള ആഗ്രഹത്തിലാണ് ഗൈസ്. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റിയാലുണ്ടല്ലോ, രണ്ടാളും അടുത്തായി. അപ്പോൾ ഷംന കുറച്ച് വിട്ടായി. ഇതുവരെ ഞാൻ ഷംന മുകളിലും ഞാൻ താഴെയായിരുന്നു ഒരു ഫ്ലാറ്റിൽ. ഇപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് ഷംന ഒറ്റക്കായി. പിന്നെ ബാക്കിൽ ഞങ്ങളെ കാറ് കാണുന്നുണ്ടാവില്ലേ നിങ്ങൾ? എല്ലാ വീട്ടിലും കാർ പോർച്ച് മുന്നിലുണ്ടാവില്ലേ, ഇവിടെ മാത്രം ബാക്കിലാണ്. നമ്മളെ കാർ പോർച്ചിൽ ഇൻഷാല്ലാ എല്ലാം സെറ്റ് ചെയ്യാണ്ട്. കാരണം എല്ലാ പണിയും ഇത് ചിക്കിയൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ ഗൈസ്, അലക്കി ചിക്കിയതാണ്. ഇപ്പോൾ പണികളുണ്ട് ഇഷ്ടം പോലെ. നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ഇങ്ങനെ ഇതായി വരുന്നേ ഉള്ളൂ. കൂടാനാവുമ്പോഴേക്കും നമ്മളെ പരിസരവും എല്ലാം ഒക്കെ ഒന്ന് സെറ്റ് ആക്കാനുണ്ട്. വീട് പണിയാവുമ്പോൾ നമ്മൾ എത്ര വൃത്തിയാക്കിയിട്ട് ഇതില്ലല്ലോ. അപ്പോൾ ഇൻഷാല്ലാ എല്ലാം വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇവിടെ കൂടാനാവുമ്പോഴേക്ക് ഒക്കെ അടിപൊളിയായിട്ട് കാണിച്ചു തരും അല്ലേ? ഇൻഷാല്ലാ ദുആ ചെയ്യ്. കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ, എൻ്റെ വീടിൻ്റെ ഹോം ടൂർ ചെയ്യുമോ എന്ന് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഗൈസ് വീട് ഹോം ടൂറൊക്കെ ചെയ്യുക ഇൻഷാല്ലാ. നമ്മൾ വീടൊക്കെ ഒന്ന് സെറ്റ് ആക്കാനുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ഹോം ടൂറൊക്കെ ചെയ്യുക. ഇതാണ് കേട്ടോ എൻ്റെ വീട്, നിങ്ങൾ ബേക്കിൽ കാണുന്നില്ലേ? അപ്പോൾ അതാണ് വീട് ഇൻഷാല്ലാ അല്ലേ റിയാന്ത? ഇൻഷാല്ലാ ഞാനും കൂടെ ഒക്കെ ഇങ്ങോട്ട് വന്ന് കൂടിയിട്ട് നമ്മളൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് എന്തായാലും ഒരു ഹോം ടൂറും അതേപോലെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യുമെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇൻഷാല്ലാ ഞങ്ങൾ രണ്ടാളും ഒരുത്തിലെത്തി നമുക്ക് എന്ത് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് അപ്പുറത്ത്, ഞാൻ ഷംനെ അടുത്താണ്, കുറച്ച് ഇവിടുന്ന് കുറച്ചൊന്ന് പോകാനുണ്ട് ഇവിടുന്ന്. അപ്പം ആ ഒരു റിസ്ക്കാണ്. നമ്മൾ ഹോം ടൂറും അതുപോലെ അല്ല അങ്ങനെ ഡേ മൈ ലൈഫ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുത്തിൽ വേണമല്ലോ. അപ്പോൾ എന്തായാലും ഇവളിവിടെ വന്ന് താമസമൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ എന്തായാലും ഒക്കെ സെറ്റ് ആക്കാം ഇൻഷാല്ലാ. ഗൈസ് നമ്മളെ നാട്ടിൽ വോട്ടെണ്ണലൊക്കെ കഴിഞ്ഞ് എല്ലായിടത്തും വോട്ടെണ്ണൽ കഴിഞ്ഞിട്ടോ ഗൈസ്. ഞങ്ങളെ നാട്ടിൽ ഞങ്ങളെ അനിതേച്ചിയാണ് ജയിച്ചത്. അനിതേച്ചി LDFന്റെ സ്ഥാനാർത്ഥിയാണ്. ഇതിന്റെ മുന്നേ ഒരു പ്രാവശ്യം ജയിച്ചിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ വിജയം നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു. നല്ല അടിപൊളി ഭരണമാണ്. നമ്മളെ ജനങ്ങളുടെ മനസ്സിനെ കണ്ടറിഞ്ഞിട്ടുള്ള നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമതും ആള് നിന്നപ്പോൾ ആൾ തന്നെയാണ് ജയിച്ചത്. അപ്പം എന്താണ് എനിക്ക് പറയാനുള്ളത്? ഞാൻ ഹാപ്പിയാണ്. ഞാനും ഹാപ്പിയാണ്. ഞങ്ങളെ നാട്ടുകാരും ഹാപ്പി ആയിരിക്കുമല്ലോ എന്തായാലും. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ പ്രിയമുള്ളവരെ, വാരിക്കുഴിത്താഴത്തിന്റെ മണ്ണിൽ ഇടതുപക്ഷത്തിന് ചരിത്ര വിജയം സമ്മാനിച്ച പ്രിയ വോട്ടർമാർക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥി നിങ്ങളില് സന്തോഷവാനല്ലേ? നിങ്ങൾക്ക് ഏത് സ്ഥാനാർത്ഥി ജയിക്കുന്ന താല്പര്യം? നിങ്ങൾ പറയും ജയിക്കണം താല്പര്യം ഉണ്ടോ? അന്വേഷിച്ച് ജയിക്കണം. 14ാം ഡിവിഷനിൽ അന്വേഷിച്ച് ജയിച്ചിരിക്കുന്നു. അതിൽ നമുക്ക് എന്താ അഭിപ്രായം പറയും? സന്തോഷാണോ? അപ്പൊ നമുക്ക് പിന്നെ അടുത്ത വികസനം അന്വേഷിച്ച് കൊണ്ട് തരും. UDF LDF നല്ലത്.
ഇടതുവശത്തിന് ഇടതുവശത്ത് ഉത്തരക്കിഴക്കിനായി നിങ്ങൾ നൽകിയ ഓരോ വോട്ടുകൾക്കും 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. സുഖാബ് അരിക്കോട്ടിൽ അരിപ്പിക്ക് നിങ്ങൾ നൽകിയ സമ്മതിദാനാവകാശം മുന്നോട്ട്